ഹരി ഓം. ഇന്ന് കർക്കിടകം 5 രാമായണ പാരായണം ആരംഭിക്കുകയാണ്. എല്ലാവരും ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വായന കേൾക്കുക, കാണുക, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ഏകാദശിയാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധ്യായേതാജാനുബാഹും ധൃതശരദംശം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോപസാനാം നവകമലതളസ്പത്തിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഇന്ന് അയോധ്യാകാന്ഡം ആരംഭിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി രാമായണ വായനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താർമകൾക്കൻപുള്ളതത്തേ വരികടോ താമസശീലമകറ്റേണമാശു നീ, ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊൽകൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവാൻ പങ്കമില്ല മകലും പലജാതിയും സങ്കടമീതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു. മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പൊക്കും താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ച് മേദിനീപുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും വന്നിത് സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാ ഗുണഗണം കാൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രസൂതഗണഭൂഷണഭൂഷിതൻ ചിത്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രോമതുല്യാധുര്യായ ഗൗരിയ മദ്രിസുദേവാനന്ദ വിവശയായി ഭദ്രപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിന ശരഗുരു നാഥൻ നരസഖൻ സനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളിക ബാന്ധവ വംശസകുൽഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരുതി കാമഫലപ്രദൻ രാക്ഷസവംശ വിനാശന കാരണാൽ സാക്ഷാൽ മുകുതനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തി മുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ വ്യക്തനവ്യക്തനന്ദനാമയൻ
ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ചരീശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തന്തിവം ജീവിതാവധികൾക്കിലും തൃപ്തിപരാമമ വേണ്ടിയില മുക്തിയും ഇതം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാകാമുകൻ രാഘവനങ്കജനാസനവന്ദിതൻ കേശവൻ അംഗജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപല ദളശ്യാമള വിഗ്രഹൻ നീലോൽപല ദളലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമൻ രത്നാഭരണ വിഭൂഷിത ദേഹനായ രത്നസിംഹാസനം തന്മീലനാകുലം രത്നദണ്ഡം പൂണ്ടുവൻ ചാമരം കൊണ്ടു പത്നിയാൽ വിജയനായ ദികോമളൻ ബാലനിശാകര ബാലദേശ ലസന്മാലേയഭംഗമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭന്തരൻ പ്രാലേയഭാനുസമാനനായ സമം ലീലയാതാമ്പൂല ചർവണ്ണാദൈരനു വേളം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരശ്ചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായ സത്വരം അമ്പരത്തിങ്കൽ നിനാദരാൾ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാജമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായ ഒരു നാരദൻ തന്നിയോഗത്താലിരുന്നു ഒരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു. വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ ജ്ഞാനിയാകും തപപാദപങ്കീരുക കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ട് ഞാൻ ചെയ്ത ഒരു പുണ്യഫലോദയം കൊണ്ട് കാൺമാനവകാശവും വന്നിതും പുണ്ടരീകോത്ഭവപുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധി എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധി. എന്തോരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പിനല്ലാമേധമാകർണ്യ രാഘവൻ രഘുവരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. എന്തിനിന്നെ മോഹിപ്പിപ്പിതിന്നു നീ സന്തതം ലോകാനുകാരികളായത് ചാതുര്യമുള്ള ഒരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതി. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നും ലോകേശ ചൊന്നത് സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായ സർവമാതാവായ മായ ഭഗവതി
സർവജഗൽ പിതാവാകിയ നിന്നുടെ ദിവ്യഗ്രഹിണിയാകുന്നതോ നിർണയം. ഈരേഴ് ലോകവും നിന്റെ ഗ്രഹമപ്പോൾ ചേരും ഗ്രഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണമായി നിന്ന് ജനിക്കുന്ന നാനാ പ്രജകളും അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിതവർണഭേദം പൂണ്ട സത്വരജസ്തമോ നാമഗുണത്രയുക്തിയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ ഭഗ്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം തയോക്തം അതിനില്ല സംശയം. പുത്രമിത്രാമിത്രാർദ്ധകളത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിന് ഭവാനേകനായ ഒരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകിമാരാരിയും നീയുമാദേവി ജാനകി സാരസംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണങ്ങൾ നീ രോഹിണി ജാനകി ആദിദേയാദിവൻ നീ ശശി ജാനകി ജാതവേദസ്സു നീ സ്വാഹാ മഹീസുതാർക്കജന്നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവീ ജാനകി ശക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരീ സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവരകുമാര രഘുപതേ രാജീവലോചന രാമാദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിതേ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽ സർവവുമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങൾ ഇരുവരും എന്നീ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയായി മൂടി മറഞ്ഞിരിക്കുന്നു ഒരു നീയല്ലോ നൂനമവ്യകൃതമായതും പിന്നെ അതിങ്കിൽ നിന്നുള്ള മഹത്വത്തെ എന്നതെങ്കിൽ നിന്നുണ്ടായ സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കിൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാരബുദ്ധി പഞ്ചപ്രാണനേന്ദ്രിയ ജാലസ സംയുക്തമായൊന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്ന് ചൊല്ലുന്നതും ചൊല്ലാവതല്ലാദ്യ വിദ്യാഘിയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാലും വിശിഷ്ടം ജീവനായതും അന്യൂനനാംബരൻ തദ്യുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാംബരൻ പരമാത്മാവു രാജീവലോചനാകുന്നതു നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കൽ അത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നിതൊക്കെ ഓർക്കും ഇതോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരേ നരാധിപായ ജീവനും രഞ്ജുവിങ്കിൽ സർപ്പമെന്നുള്ളതും ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയവൃത്തി ദുഃഖാദികൾ ത്വൽഖദാനാമ ശ്രവണാദി കൊണ്ടുടൻ
ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തുൽപാദ പങ്കജഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മലക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നീടുമില്ലോ ഒരു സംശയം. തൊൽഭക്ത ഭൃത്യവൃത്തിന്മാരിലേഖനിൻ അല്പജ്ഞനാവെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്യായ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ. തന്നാഭീപങ്കജത്തിങ്കൽ നിന്നേകഥാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ നിന്നുടെ പൗത്രനായ ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചു. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദനാനന്ദ ബാഷ്പ പരിപ്ലൂത നേത്രനായി. വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാനിപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായ ഒരു ഭവാനി ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാരെന്നൊരും വെട്ടിരിക്കുന്നിതു. നീയും അതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോട് സത്വരം ചെന്ന് പരകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചെന്നത് കേട്ടതിനുത്തരമായരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ. ചിത്തേ വിഷാദമുണ്ടായതു മൂലം കാലവിളംബമായെന്തിനല്ലല്ലി മൂലമതിനുണ്ടത് പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരാബ്ധ കർമ്മഫലൗഹക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കുകയുമില്ലല്ലോ. നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ. നാളീകലോചനൻ പാദങ്ങൾ തന്നാണീ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമൂടുവാണിയിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു സാധുധാനാന്വേനാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു. വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രനനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പിടിക്കതൻ കേൾക്കതനോർക്കതൻ. ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും, അതിനില്ല സംശയം. ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമേതിൽ സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി. സർവം നാരായണായി സമർപ്പയാമി. ഹരി ഓം.